1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വയ്ക്കുക. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. പട്ട ഗ്രാമ്പു ഇട്ടിട്ട് 2 സവോള സ്ലൈസായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഏകദേശം ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ റെഡിമെയ്ഡാണ് ചേർക്കുന്നത്. നിങ്ങൾ ഫ്രഷ് ചേർത്താൽ മതി കേട്ടോ. ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഒന്നുകൂടി വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതിന് മുന്നേ 2 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിവിടെ അരച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 2.5 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു 15 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമുക്കൊരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ വഴന്നു വന്നാൽ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. 20 മിനിറ്റ് നേരം നമുക്കിത് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഞാനൊരു 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി വീണ്ടും ഇളക്കി യോജിപ്പിക്കുകയാണ്. അങ്ങനെ 20 മിനിറ്റിനുള്ളിൽ 4-5 പ്രാവശ്യം തുറന്നു നോക്കിയിട്ട് നമുക്ക് 20ാമത്തെ മിനിറ്റിൽ ഇത് തുറന്നു നോക്കിയാൽ നമ്മുടെ ചിക്കൻ കറി സൂപ്പറായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചിക്കൻ കറി തുറന്നു നോക്കി. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഇപ്പോഴും വെള്ളം ബാക്കിയാണ്. നമ്മളൊരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു അരമുറി നാളികേരത്തിൻ്റെ പാല് ഇതിലേക്ക് ഒഴിക്കുക. തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടച്ചു വയ്ക്കാനൊന്നുമില്ല. നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തതാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. മല്ലിയില ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവസാനം എനിക്ക് വേണ്ടിയായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ കറി ഓഫ് ചെയ്യാം. ഈ ചിക്കൻ കറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.